വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ്, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു സൽക്രമമായ, ഒരു സ്വാലിഹായ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ചരിത്ര വിസ്മൃതി പാപം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ഏതാനും ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതാനും ചില സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, റൊമിനോ തോപ്പിൽ എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരി അദ്ദേഹത്തിൻ്റെ ദ പാസ്റ്റ് പ്രസന്റ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചരിത്ര ഭൂതകാലത്തെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ ഒരു ജനതയുടെ ചരിത്ര ഭൂതകാലത്തെ ഉന്മൂലനം ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ചരിത്രം എന്ന് പറയുന്നത് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ജനത മുഴുവൻ തൻ്റെ രക്തവും തൻ്റെ അധ്വാനവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് ആ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിനെതിരെ വരുന്ന എതിരായ പ്രവർത്തനങ്ങളെ നേരിടാൻ വേണ്ടി നേരിട്ടുകൊണ്ട് അവരുടെ രക്തവും അവരുടെ സമ്പാദ്യങ്ങളുമെല്ലാം ചെലവഴിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് പിൽക്കാലങ്ങളിൽ ചരിത്രമായി വരുന്നത്. എന്നാൽ ആ ഒരു ചരിത്രത്തെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തെ നിഷേധിക്കുന്നതിലൂടെ ആ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തെ തന്നെ നാം ഇല്ലാതെയാക്കപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആക്രമിക്കുന്നത് എന്നുള്ളത് കേവലം ഒരു ആക്രമണത്തിലൂടെയോ അല്ലെങ്കിൽ കുറച്ച് ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ അറ്റാക്കുകളിലൂടെയല്ല, മറിച്ച് അവരുടെ ചരിത്രങ്ങളെ നിഷേധിക്കുന്നതിലൂടെയാണ്. അത് തന്നെയാണ് ബ്രിട്ടീഷ് ഭരണം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി ഇന്ത്യയിലും സംജാതമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത്. ഇസ്ലാമോഫോബിയയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെയും ഇസ്ലാമിൻ്റെ സമ്പുഷ്ടമായ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സൽപ്രവൃത്തികളെ അല്ലെങ്കിൽ ആ ഒരു സൽക്രമങ്ങളെ എല്ലാം നിഷേധിച്ചുകൊണ്ട് ഇസ്ലാം ഒരു നീചമായ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ജനങ്ങളെ അധംപതിപ്പിക്കുന്ന രീതിയിലേക്ക് നിഷേധിക്കാൻ പറ്റിയ ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത് പറഞ്ഞാണ് ഇസ്ലാമോഫോബിയ ഇന്ന് ലോകത്തെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ മഹാഭാരതമായ ഇന്ത്യയിൽ പോലും സംജാതമായി കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനമായ ഭരണം കാഴ്ചവെക്കാൻ ലോക മുസ്ലിങ്ങൾക്ക് സാധിച്ചത് ഇന്ത്യയിലാണ്. ഏകദേശം 7 നൂറ്റാണ്ടോളം കാലം ഇന്ത്യയിൽ മുഗൾ ചക്രവർത്തിമാരും അവരുടെ മുൻകാലങ്ങളിൽ വന്ന ഭരണങ്ങളും ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുകയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളെയും ചെയ്തു കൊടുത്തുകൊണ്ട് ആ ഒരു രാജ്യത്തെ, ഇന്ത്യയെ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തെ അതിൻ്റെ സമ്പുഷ്ടമായ അല്ലെങ്കിൽ പല ചെയ്തികളിലും ഉന്നമനത്തിൽ നിന്ന് ഉന്നമനത്തിലെത്തിക്കുവാൻ ആ ഒരു ചരിത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു ഭരണത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് 1921 നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ മഹിതമായ ഈ ഒരു മലബാർ പ്രദേശത്ത് നടന്ന ഒരു സംഭവമാണ് മലബാർ കലാപം എന്നുള്ളത്. ഒരിക്കലും അതിനെ കലാപം എന്ന് വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ചരിത്രം പഠിച്ച ഒരു വ്യക്തിക്ക് പോലും അതിനെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കലാപം എന്ന് പറയാൻ കഴിയില്ല. കാരണം കലാപം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനെതിരെ നീചമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നീചമായി ആക്രമിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ മലബാർ കലാപത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അതിലൊരു നീചമായ പ്രവൃത്തി കാണുകയില്ല. ഇസ്ലാമിൻ്റെ തനതായ ശൈലി ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം മലബാറിൽ ആലി മുസ്ലിയാരുടെയും മഹാനായ വാര്യംകുന്നത്ത് കുഞ്ഞഹ്മദാജിയുടെയും നേതൃത്വത്തിൽ അത്യുഗ്രമായ രീതിയിൽ തന്നെ ആ ഒരു സമരം മുന്നോട്ട് നയിച്ചപ്പോൾ അതിനെ അടിച്ചൊതുക്കാൻ വേണ്ടി, അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈ രാജ്യത്ത് വീണ്ടും ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നടപ്പിൽ വരുത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ കാണിച്ച ഒരു കുതന്ത്രമായിരുന്നു ആ ഒരു ചരിത്രത്തെ നിഷേധിക്കുക എന്നുണ്ടെങ്കിൽ. ഇന്ന് ലോകത്തിൻ്റെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പത്രമാധ്യമങ്ങൾ മുഴുവൻ പരിശോധിച്ചാലും വാര്യംകുന്നത്ത് കുഞ്ഞഹ്മദാജിയുടെ ഒരു ഫോട്ടോ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്തെന്നറിയുമോ നിങ്ങൾക്ക്? അതിൻ്റെ കാരണം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ തന്നെ പിൽക്കാലത്ത് വരുന്ന മുസ്ലിങ്ങൾക്ക് ഉത്തേജനവും വിപ്ലവകരമായ ചിന്തയും
നൽകുന്നു എന്നുള്ളതാണ്. അത് ഭയന്നുകൊണ്ട് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ 1921, 22 കാലഘട്ടത്തിൽ തന്നെ മലബാർ കലാപത്തിന്റെ ചരിത്രങ്ങളും അല്ലെങ്കിൽ മലബാർ കലാപത്തിൽ അന്ന് അവർ രേഖപ്പെടുത്തിയ ഫോട്ടോകളും അവർ ഉന്മൂലനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തന്നെയാണ് മാർട്ടിൻ ലൂതർ കിങ് തന്റെ വിഖ്യാതമായ ഒരു പ്രസംഗത്തിൽ പറയുന്നത്. We are not makers of history, we are made by history. ചരിത്രം നമ്മെ സ്വരൂപിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ചരിത്രം നാം മറക്കുന്നതിലൂടെ നമ്മെ തന്നെയാണ് നാം മറക്കുന്നു എന്നുള്ളത്. നമ്മുടെ ചരിത്രം, നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക സമ്പന്നമായ ഓരോ പ്രവർത്തനങ്ങളും നിലനിൽക്കുന്നത്, പിൽക്കാലങ്ങളിൽ വരുന്ന സമൂഹം നമ്മെ ഓർക്കുന്നത് നമ്മുടെ ചരിത്രങ്ങളിലൂടെയാണ്. ആ ഒരു ചരിത്രത്തെ നിഷേധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ ഇല്ലാതാക്കുന്നത് നമ്മെയും നമ്മുടെ പിൽക്കാലങ്ങളിൽ വന്ന നമ്മുടെ മുൻഗാമികളായ നമ്മുടെ നേതാക്കന്മാരുടെയും ചരിത്രങ്ങളെയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് നാമപരിവർത്തനം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒരു നാമപ്രവർത്തനത്തിലൂടെ മോദി സർക്കാരും എത്തി നിൽക്കുന്നത് മുഗൾ ഗാർഡൻസ് എന്ന് പറയുന്ന മഹിതമായ ആ ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ഭവനത്തിന് അടുത്തുള്ള ഏകദേശം ഒരു 3 ഏക്കർ സ്ഥലത്തോളം വരുന്ന ആ ഒരു മുഗൾ ഗാർഡൻസ് എന്നുള്ളതാണ്. എന്നാൽ അത് മുഗൾ ഗാർഡന്മാർ നിർമ്മിച്ചതല്ല. അതിന് ലോകത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരിത്ര പ്രസിദ്ധിയായ ഭരണം നിർവഹിച്ച മുഗളന്മാരെ അനുകൂലിച്ചുകൊണ്ട് അതിന് നാമനിർദ്ദേശം നൽകിയതാണ്. എന്നാൽ ആ ഒരു നാമത്തിന് പോലും ഭയന്നുകൊണ്ടാണ് ഇന്ന് അവർ ആ ഒരു മുഗൾ ഗാർഡൻസിനെ കർത്തവ്യ പന്ത് എന്നാക്കിക്കൊണ്ട് മാറ്റം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഗാന്ധിജിയിൽ ഞാനടക്കം പഠിച്ചത്, +2 നാം അടക്കം പഠിച്ചത്, ഗാന്ധിജിയെ കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു നീച മനുഷ്യനാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിയും അത് പഠിക്കുന്നില്ല. കാരണം എന്തേ? ഈ പാഠപുസ്തകത്തിൽ നിന്ന് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആ ഒരു വർഗീയവാദിയുടെ ചരിത്രം ഉന്മൂലനം ചെയ്യപ്പെട്ടു. മുഗളന്മാരുടെ ചരിത്രം ഞാൻ പഠിച്ചു, എന്നാൽ എൻ്റെ ശേഷം വരുന്ന ഒരു തലമുറക്കാൾ നിങ്ങളടങ്ങുന്ന ഒരു സമൂഹം ഇനി പഠിക്കില്ല. കാരണം എന്തേ? പാഠപുസ്തകത്തിൽ നിന്ന് ആ ഒരു ചരിത്രത്തെ ഉന്മൂലനം ചെയ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഏറ്റവും കൂടുതൽ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ചരിത്ര നിഷേധത്തിലൂടെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.